ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോ നിങ്ങളെ കമ്പനിയിൽ കണ്ട പോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ, അതായത് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പുതിയതായിട്ടൊരു നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട്. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ. അപ്പൊ ഇത് നമ്മൾ കൊച്ചിൻ ദേവസ്വം ബോർഡിലേക്കാണ് വിളിച്ചേക്കുന്നത്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, കേരളത്തിൽ ഇപ്പം മലബാർ ദേവസ്വം ബോർഡ് ഉണ്ട്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉണ്ട്, കൊച്ചിൻ ദേവസ്വം ബോർഡ് ഉണ്ട്, ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഉണ്ട്. ഓക്കെ, അതേപോലെ കുടൽമാണിക്യം, അങ്ങനെ കുറെ ദേവസ്വം ബോർഡുകളുണ്ട്. അപ്പൊ അതിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിലേക്കാണ് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോ നിങ്ങൾക്കിത് 1-ാം തീയതി തൊട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 30-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതില് ഒഴിവിലേക്ക് നിയമിക്കപ്പെടുന്നതിന് നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നാണ് അപേക്ഷ ക്ഷണിക്കുന്നത്. ഇതിൽ കാറ്റഗറി നമ്പർ വന്നിട്ടുള്ളത് 68/2025 അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ കൊച്ചിൻ ദേവസ്വം ബോർഡിലേക്കാണ്. ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് 55,200 തൊട്ട് 1,15,300 വരെ. നമ്മുടെ ഈ കേരള പി എസ് സി കേരള പി എസ് സി വിളിച്ചിട്ട് നമ്മുടെ PWD ഒക്കെ വരുമ്പം ഈ ഒരു സെയിം പേ സ്കെയിൽ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. യോഗ്യതകൾ പറയുന്നത് അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ എഞ്ചിനീയറിംഗ് ബിരുദം. ഒരു വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഒഴിവുകളുടെ എണ്ണം ഒന്നാണ്. ആ, നേരിട്ടുള്ള നിയമനം തന്നെയാണ്. ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് 21 തൊട്ട് 40 വയസ്സ് വരെയാണ് അവിടെ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. 21 തൊട്ട് 40 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് ഉള്ളത്. ഇതിൽ എക്സാം ഫീ ഉണ്ട്. 750 രൂപയാണ് ജനറൽ കാറ്റഗറിക്ക്, SC ST ക്ക് 300 രൂപ, OBC 750, EWS 750. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വെച്ചാൽ നമ്മുടെ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് KDRBയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, www.kdrb.kerala.gov.in കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. 30-ാം തീയതി സെപ്റ്റംബർ 30-ാം തീയതി രാത്രി 12 മണി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. ഓക്കെ, www.kdrb.kerala.gov.in. ഓക്കെ, അപ്പോ ഇതാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ കൂടുതൽ സിലബസും അതുകൂടാണ്ട് PYQs ഒക്കെ ആയിട്ട് വീണ്ടും വരാം. നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്താൽ മതി. ഓക്കെ, കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.